ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. In the name of Allah, the Beneficent, the Merciful. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമളാൻ, അതിലുള്ള അസ്സിയാം, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം മനുഷ്യനിലെ ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ട്, എന്നാൽ ആത്മാവിൻ്റെ വിശുദ്ധി ഉറപ്പുവരുത്തുന്ന ഒരു ഇബാദത്തിൻ്റെ മാസമാണ് എന്നതാണ്. മനുഷ്യനെന്ന് പറയുന്നത് മണ്ണും ശരീരവും ചേർന്നതാണ്, അഥവാ മെറ്റീരിയലാണ്. എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് പടച്ചവൻ്റെ ഭാഗത്തു നിന്നുള്ള അതിൻ്റെ ആത്മാവാണ്. 11 മാസങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആത്മാവിൻ്റെ വിഷയങ്ങളല്ല, ശരീരത്തിൻ്റെ വിഷയങ്ങളാണ്. അതിന് ഹോൾ ബോഡി, ഫുൾ ബോഡി ചെക്കപ്പ് നടത്തുന്നു, അതിനാവശ്യമായ ഭക്ഷണം കൊടുക്കുന്നു, ചെറിയൊരു പനി വന്നാൽ ജാഗ്രതയോടുകൂടി ശുശ്രൂഷിക്കുന്നു, അതിനെ കുളിപ്പിച്ച് നിർത്തുന്നു, പൗഡറിട്ട് നിർത്തുന്നു, നല്ല വസ്ത്രം കൊടുക്കുന്നു. ശരീരത്തിൻ്റെ ആവശ്യമായ കണ്ണിന് എന്താണോ കാണേണ്ടത് അത് കാണിക്കുന്നു, കാതിന് എന്താണോ കാണേണ്ടത് അത് കേൾപ്പിക്കുന്നു. പക്ഷേ ഈ 11 മാസങ്ങളിലും ആത്മാവ് പട്ടിണിയിലാണ്. വിശുദ്ധ റമദാനിൽ ചെയ്യുന്നത് എന്താണ്? നേരെ തലതിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ശരീരത്തെ ഒന്ന് മെരുക്കിയെടുക്കുന്നുണ്ട്. ഹലാലായ ഭക്ഷണത്തെ ഹറാമാക്കിക്കൊണ്ടാണ് ഇങ്ങനെ മെരുക്കിയെടുക്കുന്നത്. വെള്ളം ഹലാലാണ്, അതുപോലെ ഭക്ഷണം ഹലാലാണ്, കാമനകൾ ഹലാലാണ് ശരിയായ രൂപത്തിൽ. പക്ഷേ റമദാനിൻ്റെ പകലുകളിൽ അള്ളാഹു ഇതിനെ തിരിച്ചിടുന്നു. അപ്പൊ ശരീരത്തിന് വിഷമമുണ്ട്, പട്ടിണിയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ആത്മാവിന് പെരുന്നാളാകുന്നൊരു സന്ദർഭമാണിത്. ആത്മാവിൻ്റെ വിജയമാണ്. ആത്മാവെന്ന് പറയുമ്പോൾ അതൊരു പ്രാണനല്ല, ജീവനല്ല, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സവിശേഷം വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെയാണ് റമദാൻ മാസത്തിൽ പരിപോഷിപ്പിക്കുന്നത്. ഒരു പരിശീലന കളരിയിലൂടെ ശരീരത്തെയും ദേഹേച്ഛകളെയും ഭൗതികതയെയും നിയന്ത്രിച്ചുകൊണ്ട് ആത്മാവിന് വിശുദ്ധി നൽകുന്ന ഒരു പ്രത്യേക മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. മനുഷ്യൻ സ്വതന്ത്രനാണ്, അതോടൊപ്പം മനുഷ്യന്റെ ജീവിതം ഒരു പരീക്ഷണമാണ്. മനുഷ്യന് ഒരു മുഖ്യ ശത്രുവുണ്ട്. മനുഷ്യൻ ജീവിക്കുന്നത് ഈ ദുനിയാവിലാണ്. ഇത് 4-5 കാര്യങ്ങളും പ്രശ്നമാണ്. പരീക്ഷണമായതുകൊണ്ട് തന്നെ അവന് ഹലാല് ഹറാമ് തിരിക്കാൻ വിഷമമുണ്ടാകും. ദുനിയാവിലായതുകൊണ്ട് തന്നെ അവൻ ഏറ്റവും ആകർഷിക്കപ്പെടുന്നതിലേക്കാണ് പോവുക. സ്വതന്ത്രനായതുകൊണ്ട് തന്നെ അവനെന്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് മനുഷ്യനെ പരിപൂർണമായിട്ടും ആത്മാവിൻ്റെ വിജയത്തിന് വേണ്ടി റമദാൻ മാസം ഒരുക്കിയെടുക്കുന്നത്. നിന്റെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിച്ചുകൊണ്ട്, നാവിനെ, വാക്കുകളെ നിയന്ത്രിച്ചുകൊണ്ട്, ഈ ഭൗതികതയെ, അമിതമായ താല്പര്യത്തെ, ആസക്തിയെ, ആർത്തിയെ നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങളെ ഏറ്റവും നല്ലൊരു മനുഷ്യനാക്കി മാറ്റുന്ന മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വിശുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ആത്മാവിന്റെ വിജയമാണ്. ശരീരം മണ്ണായി പോകും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖദ് അഫ്ലഹ മൻ തസക്ക, ആത്മാവിനെ വിശുദ്ധപ്പെടുത്തിയവനാണ് വിജയിച്ചത്. വഖദ് ഖാബ മൻ ദസ്സാഹ, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ എന്ന് വേറെയും പറയുന്നുണ്ട്. ആത്മാവിനെ വിശുദ്ധപ്പെടുത്തിയവൻ വിജയിച്ചു, ആത്മാവിനെ ചവിട്ടിത്താഴ്ത്തിയവൻ പരാജയപ്പെടുകയും ചെയ്തു. ഒരു കവി പാടുന്നുണ്ട്, ഇദൽ മർഉ ലം യൽബസ് സിയാബം മിനത്തുഖാ തഖല്ലബ ഉരിയാനൻ വലൗ കാന കാസിയാ. ഒരു മനുഷ്യൻ തഖ്വയുടെ വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ പൂർണ്ണനായ നഗ്നനാണ്. നമ്മൾ എത്ര തന്നെ വസ്ത്രം ധരിച്ചാലും, എന്ത് തന്നെ നേടിയാലും, നമുക്ക് തഖ്വയുണ്ടോ, തഖ്വയുടെ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ, അവരാണ് വിജയിക്കുന്നത്.
അതുകൊണ്ട് നമ്മൾ ഈ മാസത്തിൽ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച്, ശരീരത്തെ ശുദ്ധീകരിച്ച്, ആത്മാവിനെ വിശുദ്ധപ്പെടുത്തി, തഖ്വ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു സീക്രട്ടിലൂടെ നമ്മളാക്കി മാറ്റുന്ന, നല്ലൊരു ഖലീഫയാക്കുന്ന, നല്ല ഒരു മനുഷ്യനാക്കി മാറ്റുന്ന വലിയൊരു പ്രോസസ്സ് വിശുദ്ധ സിയാമിലൂടെ, വിശുദ്ധ റമദാൻ മാസത്തിലൂടെ നടക്കുന്നുണ്ട്. റമദാൻ എന്ന് പറയുമ്പോൾ രാത്രിയും പകലും ചേർന്നതാണ്. പകല് മാത്രമേ നോമ്പുള്ളൂ, പക്ഷെ രാത്രിയിലാണ് ഖിയാമുൽ ലൈലും തറാവീഹും ഖുനൂത്തും തഹജ്ജുദും അതുപോലെ നമുക്ക് ഖുർആൻ ഇറങ്ങിയതും ലൈലത്തുൽ ഖദ്റും എല്ലാം രാത്രിയിലാണ്. അപ്പോൾ രാവിലെയും പകലിനെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ പെരുന്നാൾ ഉണ്ടാക്കുക എന്നതാണ്. നോമ്പുകാലത്ത് ശരീരത്തിന് നോമ്പാണെങ്കിലും പ്രയാസമാണെങ്കിലും ആത്മാവിന് പെരുന്നാളാണ്. 30 ദിവസം കഴിയുമ്പോൾ ആത്മാവിന്റെ പെരുന്നാളിൽ ഒരു വലിയ മുദ്രാവാക്യം ഉയരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു കബീറായിരുന്നു 11 മാസം, പക്ഷെ നമ്മൾ ഇപ്പോൾ അക്ബർ ആവുകയാണ്. അല്ലാഹു വലിയവനല്ല, അല്ലാഹു ഏറ്റവും വലിയവനാവുകയാണ്. ഇങ്ങനെ ആത്മാവിന്റെ പൂർണ്ണമായ വിശുദ്ധിയാണ് നമ്മെ സ്വർഗത്തിലെത്തിക്കുന്നത്, ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അത് തഖ്വ, ഈമാൻ പോലെയുള്ള കാര്യങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നോമ്പ് നോൽക്കണം, റമദാൻ മാസത്തെ പരിഗണിക്കണം. ഇന്നത്തെ നമ്മുടെ ചോദ്യം, ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ ആത്മാവിന് പറയുന്ന പേര് എന്താണ്? ആ സാങ്കേതിക ശബ്ദം എന്നതാണ്. എല്ലാവർക്കും വിജയാശംസകൾ. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.